എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ ആയിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് കോക്കനട്ട് ഐസ്ക്രീമാണ്. തന്നെയുമല്ല, നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇത് 99ാമത്തെ എപ്പിസോഡാണ് ഈ ചാനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മധുരമായിക്കൊള്ളാം എന്ന് കരുതി. അപ്പോൾ 100th എപ്പിസോഡിൽ ഞാനൊരു സർപ്രൈസ് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് മറക്കാണ്ട് എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് കോക്കനട്ട് ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 400 ml തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് ടിന്നിലുള്ള തേങ്ങാപ്പാലാണ്, നിങ്ങൾക്ക് ഫ്രഷായിട്ടും എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീമാണ്. ഇതൊരു 300 ml ഉണ്ട്, 40% ഫാറ്റാണ്. പഞ്ചസാര 6 ടേബിൾ സ്പൂൺ. ഇത് നിങ്ങൾക്ക് മധുരം അനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാതെ ഇരിക്കാം, കാരണം ഇത് കോക്കനട്ട് ഐസ്ക്രീം ആയതുകൊണ്ട്. നമ്മൾ ഈ ക്യാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തേങ്ങാപ്പാലും ഈ കോൺഫ്ലവറോട് ഇട്ട് നമ്മളിത് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ തേങ്ങാപ്പാലും ഈ കോൺഫ്ലവറും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും ഇതും കൂടിയിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെക്കുക, അടി കട്ടിയുള്ളതാവണം. ഇതിലേക്ക് നമ്മൾ ഈ ബാക്കി ഉള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇത് തിളച്ച് പോകാനായിട്ട് പാടില്ല. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുകയാണ്. നിങ്ങളെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കട്ട കെട്ടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് പോകാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകി ഒരു കണ്ടൻസ്ഡ് മിൽക്ക് പോലെ ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഈ ഐസ്ക്രീമിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കാം. അതിനു മുന്നായിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതപ്പോൾ തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ബീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് സാധാരണ ഒരു വിസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനൊരു ബീറ്ററാണ് എടുക്കുന്നത്. ഇതിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമുക്കിനി വിപ്പിംഗ് നിർത്താം. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെയും പഞ്ചസാരയുടെയും കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്തു. ഈ ഐസ്ക്രീമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളനീര് കൂടി ചേർക്കാവുന്നതാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും ഒന്നുകൂടെ. കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളനീർ കൂടി ചേർത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയം വേണ്ട, കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇത് ഇടയ്ക്കെടുത്ത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ 8 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. ഇവിടെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്.
ഇതിപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 8 മണിക്കൂർ എനിക്ക് വെക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ മോളൊരു ഐസ്ക്രീം കൊതിച്ചാണ്. അപ്പോൾ അവൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ഞാനൊരു 5 മണിക്കൂറായപ്പോൾ ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്കൂപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും നന്നായിട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ കറക്റ്റായിട്ട് 8 മണിക്കൂർ തന്നെ വെക്കുക. ഇതിപ്പോൾ ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സ്കൂപ്പ് ചെയ്തൊരു ഐസ്ക്രീം ബോളിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്ന വളരെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ്. ടേസ്റ്റ് ആണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഹണി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ടോപ്പിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ഐസ്ക്രീമാണ്. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും വീട്ടിൽ തേങ്ങയൊക്കെ ഉണ്ടാവും. ഇതിന് പ്രത്യേക അങ്ങനെ നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു സാധനമാണ് തേങ്ങ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള കോക്കനട്ട് ഐസ്ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിൽ അയച്ചു തരിക. അപ്പോൾ ഞാനത് ടെസ്റ്റിമോണിയൽസായിട്ട് കാണിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ 100th എപ്പിസോഡിലെ ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.